നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ റെസിപ്പി ഇന്നൊരു വരിയാലി ഒരു സർബത്താണ് കാണിക്കുന്നത്. അപ്പോൾ വരിയാലി സർബത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ സർബത്താണ് കാണിക്കുന്നത്. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ തീരില്ല. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പെരിഞ്ജീരകത്തിൻ്റെ ബൾബിനെ കുറിച്ച്. അപ്പോൾ അത് ഞാൻ ഇതിൽ താഴെ ലിങ്ക് കൊടുക്കാം, ഒന്ന് നോക്കണേ. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജ്യൂസിന് ഉപരി ഒരു നല്ലൊരു ഒറ്റമൂലിയും കൂടിയാണ്. നമ്മുടെ വയറ്റിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, വയറുവേദനയ്ക്കും, ഡൈജഷനും, പിന്നെ ഗ്യാസ് പ്രോബ്ലത്തിനും എല്ലാത്തിനുമുള്ള ഒരു ഒറ്റമൂലിയാണ് നമ്മുടെ ഈ പെരിഞ്ജീരകത്തിൻ്റെ സർബത്ത്. ഇത് ശരിക്കും വരിയാലി എന്ന് പറയുന്നത് ഗുജറാത്തിൽ ഇത് സമ്മർ ടൈമിലെ ഒരു ഫേമസ് ഡ്രിങ്കും കൂടിയാണ്. വരിയാലി സർബത്ത് എന്നാണ് അവർ പറയുന്നത്. ചൂട് സമയത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്ന ഒരു ഒന്നാന്തരമായ ഒരു ഡ്രിങ്കാണിത്. പിന്നെ ഇത് ഹിന്ദിയിൽ നോർത്ത് ഇന്ത്യൻ സൈഡിലാകുമ്പോഴത്തേക്ക് ഇതിനെ സ്നോഫ് എന്നാണ് പറയുന്നത്. സ്നോഫ് കി സർബത്ത് എന്ന് പറയും. അങ്ങനെ പല സ്ഥലത്തും ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലാണ് പെരിഞ്ജീരകം എന്ന് പറയുന്നത്. പിന്നെ ഇതൊന്നും കൂടാതെ ഇത് ഭയങ്കര ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സർബത്താണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കുമാണ്. എല്ലാത്തിനുള്ള ഒരു ഒറ്റമൂലി. അതിൽ വൈറ്റമിൻ, മിനറൽ, ഫൈബർ, സിങ്ക്, മഗ്നീഷ്യം അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സീഡാണ് നമ്മുടെ പെരിഞ്ജീരകം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം. സർബത്തിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇത് 235 ml ആണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഏലക്കയാണ്. അത് ഞാൻ ഒരു 6 ഏലക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തത് പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പം കാരണം അതാണ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. നമുക്കറിയത്തില്ല അത് എത്ര വൃത്തി ഉണ്ടെന്ന്. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് പെരിഞ്ജീരകം ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ 2 തരം പെരിഞ്ജീരകമുണ്ട്. ഒന്ന് ഗ്രീൻ കളറും ഒന്ന് ബ്രൗൺ കളറുമാണ് കേട്ടോ. അപ്പോൾ ഏതെടുത്താലും കുഴപ്പമില്ല, കാരണം രണ്ടിൻ്റെയും ടേസ്റ്റ് ഒരുപോലെ തന്നെയാണ്. പിന്നെ ഗ്രീൻ കളർ ആകുമ്പം കുറച്ചുകൂടി ഒരു ഗ്രീൻ കളർ ഉണ്ടാവും സർബത്തിന്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് നമ്മളിങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഒരു 2-3 വെള്ളം ഒഴിച്ച് കഴുകണം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ എല്ലാ അഴുക്കും അങ്ങ് പോകും. പിന്നെ ഇത് നമുക്ക് കഴുകിയിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം പോകാനൊന്നും നിൽക്കണ്ട. ഉടനെ തന്നെ നമുക്ക് അതിനെ ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കഴുകാതെയാണ് ചില ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്, കഴുകാതെ തന്നെ പൊടിച്ചെടുക്കാറുണ്ട്. പക്ഷേ കഴുകുന്നതാണ് കുറച്ചുകൂടി നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ടാണ് വാഷ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഏലക്കയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ വാഷ് ചെയ്തുകൊണ്ട് അത് അരഞ്ഞു വരാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ കുറച്ച് 1 ഗ്ലാസ് വെള്ളമോ 1-2 ഗ്ലാസ്സോ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് അരയുണ്ട, ഒന്ന് തരി പോലെ ഒന്ന് അരച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് എടുക്കാം. അത് പെട്ടെന്ന് ബ്ലെൻഡായി വരും കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ, ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. പക്ഷേ ഇതിനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഒരു 8 മണിക്കൂർ നമ്മൾ വെച്ചിരിക്കണം, ഇതിൽ വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട്. അപ്പോൾ ഇത് 1 കപ്പിന് 500 ml ആണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം നമ്മൾ മിക്സിയിൽ ഒഴിച്ച് എടുത്തിട്ടുണ്ടോ. ഇനി ബാക്കി 2 കപ്പും കൂടെ, അങ്ങനെ 1 കപ്പിന് 500 ml വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി നമ്മൾ മാറ്റി വയ്ക്കണം. അപ്പോൾ ഒരു 8 മണിക്കൂർ ഇതിരിക്കണം പുറത്ത്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, വെളിയിൽ തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ രാത്രിയൊക്കെ നിങ്ങൾ ഇത് കണക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ പിന്നെ കുറേശ്ശെ എപ്പോഴാണ് ആവശ്യം അപ്പോൾ യൂസ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊരു 8 മണിക്കൂർ ഇരിക്കണം, എന്നാലേ അതിൻ്റെ ഫുൾ എസൻസ് ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിന് ശേഷം 8 മണിക്കൂറിന് ശേഷം ഞാൻ ഇവിടെ എടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത് ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ജ്യൂസും എസൻസും ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഒന്ന് ഒരു അരിപ്പ വെച്ച് കുറേശ്ശെ അരിച്ചെടുക്കാം. അപ്പോൾ ഈ ജ്യൂസാണ് നമ്മൾ ശരിക്കും സർബത്തായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണമെന്ന്. കാരണം കഴുകാതെ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചാൽ പിന്നെ അതല്ലേ നമ്മൾ കുടിക്കുന്നത്. അതുകൊണ്ടാണ് കഴുകാൻ പറഞ്ഞത് നന്നായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും നല്ല അതിൻ്റെ ഫുൾ എസൻസ് ഇറങ്ങിയിട്ടുണ്ട്. 8 മണിക്കൂർ ഇരുന്നപ്പോൾ അതിൻ്റെ ഫുൾ എസൻസ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേ കണ്ടോ, ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി 1-2 ഐറ്റംസ് കൂടെ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമുണ്ട്. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ പഞ്ചസാരയില്ലേ, പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ടമാണ് ചേർക്കുന്നത്. അപ്പം ഇതും നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. ഇതും നമ്മൾ മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് പൊടിച്ചെടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് 1 കപ്പും കൂടെ ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. കാരണം പഞ്ചസാരയ്ക്ക് പകരമാണ് ഇത് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വലിയ കുഴപ്പമില്ല. അധികം 1 കപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇപ്പം നിങ്ങൾക്ക് 1 കപ്പ് ചേർക്കണ്ടെങ്കിൽ അത്രയും ചേർക്കേണ്ട, എത്ര വേണം മധുരം നോക്കി ചേർത്താൽ മതി കേട്ടോ. കുറച്ച് മധുരമൊക്കെ ഡയബറ്റീസുകാരൊക്കെ ആണെങ്കിൽ മധുരം കുറച്ച് ചേർത്താൽ മതി. പക്ഷെ കൽക്കണ്ടായിരിക്കും നല്ലത് കേട്ടോ. അതും നമ്മുടെ പഞ്ചസാരയുടെ ഇതാണ്, അളവ് കുറയ്ക്കുകയും ചെയ്യുമല്ലോ. പിന്നെ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും ബ്ലാക്ക് സോൾട്ടാണ് വേണ്ടത്. അപ്പോൾ അതെൻ്റെ കയ്യിലില്ല. പിന്നെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഉപ്പ്. അത് കഴിഞ്ഞ് ഞാനൊരു 5-6 ഇല നമ്മുടെ പുതിന ഇലയാണിത്. അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ പുതിനയും കൂടെ ചേർക്കുന്നതാണ് നല്ലത്. കാരണം പുതിനയും ഏറ്റവും നല്ലതാണ് വയറ്റിന് കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടെ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മൾ ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ അതിലെന്തെങ്കിലും തരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടും കേട്ടോ. ഇപ്പോൾ അതേ നമുക്ക് സർബത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ഐസ് ക്യൂബ് ആവശ്യം എന്നുള്ളവർക്ക് ഐസ് ക്യൂബും കൂടെ ഇട്ട് സെർവ് ചെയ്യാം. പിന്നെ നമ്മുടെ കശകശയില്ലേ, കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ആ കശകശ വെള്ളത്തിലിട്ട് അത് സർബത്തിലിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ കുടിക്കാം. അപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വരുമെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ആഡ് ചെയ്ത്, ഇതിപ്പോൾ നല്ല തിക്കാണ് ഇത് ശരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളവും കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ജ്യൂസാക്കി കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റും, വളരെ ടേസ്റ്റാട്ടോ. ഇതെങ്ങനെ കുടിക്കുമെന്നൊക്കെ തോന്നും, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ വയറ്റിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, ദഹനത്തിനും 1 തരമാണ് കേട്ടോ. ബ്ലോട്ടിങ്ങിനും ദഹനത്തിനും വയറുവേദനയ്ക്കും ഒക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് താഴെ കൊടുക്കാൻ മറക്കല്ലേ. അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. Until then, bye and take care.